എത്ര തവണ കണ്ടാലും മടുപ്പ് തോന്നാത്ത സുന്ദരമായ കാർഷിക ഗ്രാമം. കൊടൈക്കനാലൊക്കെ ഉള്ളതുപോലെ തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയുമൊക്കെയുള്ള വട്ടവട. സ്ട്രോബെറിയും മൾബറിയും സൂര്യകാന്തിയും ഒക്കെ കൃഷി ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ മലയാളികൾക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരിടം. കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാർഷിക ഗ്രാമമായ വട്ടവടയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി കൃഷിക്ക് മുന്നോക്കം വരുത്തുന്ന വട്ടവടയുടെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ കൂടുതലായിട്ടുമുള്ളത്. ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. വീക്കെൻഡ്സിലൊക്കെ സാധാരണഗതിയിൽ നല്ല ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത്തവണ നമ്മളൊരു ഇടദിവസമാണ് ഇങ്ങോട്ട് പോകുന്നത്. വട്ടവട റൂട്ടിൽ ടോപ്പ് സ്റ്റേഷനൊക്കെ എത്തുന്നതിന് മുമ്പുള്ള എല്ലപ്പെട്ടി വില്ലേജിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഈ റൂട്ടിൽ മിസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. അങ്ങനെ വട്ടവടയിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് റൂട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് പാമ്പാടിച്ചോല നാഷണൽ പാർക്കിന്റെ ഉള്ളിലൂടെയാണ് നമ്മളിനി വട്ടവടയിലേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ ഒരു കാരണവശാലും വണ്ടി നിർത്താനായിട്ട് ഫോറസ്റ്റുകാർ പെർമിറ്റ് ചെയ്യില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഫൈൻ ഈടാക്കുന്നതാണ്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്. ഈ റൂട്ടിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗത്തോടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ ഇതിലെ വരുമ്പോൾ റോഡിന്റെ സൈഡിൽ ഘാട്ടികളെയും അതുപോലെ വൈൽഡ് ഡോഗ്സിനൊക്കെ കാണുന്നതാണ്. ഇന്നെന്തായാലും മൃഗങ്ങളൊന്നും അങ്ങനെ കാണാനില്ല. അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം വട്ടവടയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രീ ഫാം വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഫാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഇറങ്ങി കാണുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കാബേജും അതുപോലെ നല്ല സ്ട്രോബെറിയൊക്കെ കൃഷി ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാനും അതുപോലെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനൊക്കെ പറ്റുന്നതാണ്. ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലത്തെ തട്ടായിട്ടുള്ള കൃഷിഭൂമികളൊക്കെ കണ്ടു തുടങ്ങാനാവും. ഏകദേശം കൊടൈക്കനാലിലെ പൂണ്ടിയും പൂമ്പാറയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ. ഇതുപോലെ തട്ടുകളായിട്ട് പലതരം കൃഷികൾ ചെയ്യുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് വട്ടവടയെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിർത്തുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കൊടൈക്കനാലിലെ പൂണ്ടി ക്ലാവര വില്ലേജുകളൊക്കെയാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വളരെ അടുത്തായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നിന്നും വളരെ എളുപ്പത്തിൽ നടന്നും മറ്റുമൊക്കെ ആയിട്ട് കൊടൈക്കനാലിൽ പോകാനായിട്ട് ഒരുപാട് കാട്ടുവഴികളൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വട്ടവട ടൗണിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതുപോലെ ഒരു സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇവിടെ ഇതുപോലത്തെ കുറേ ഫാമുകളുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കയറി കാണാനും പറ്റുന്നതാണ്. ഇവിടെ അടുത്തായിട്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹണി മ്യൂസിയം ഉണ്ട്. നമ്മൾ കൂടുതൽ കൃഷി കാഴ്ചകൾക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് അതിനകത്തോട്ട് കയറാൻ പോയില്ല. ഇപ്പോൾ വട്ടവടയിൽ കൃഷിയൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നിലമുഴുകുന്ന കാഴ്ചകളും അതുപോലെ വിത്ത് വിതയ്ക്കുന്ന അങ്ങനത്തെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് സാധാരണ ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് കയറുകയാണ് ഞങ്ങൾ ആദ്യം തന്നെ ചെയ്തത്. ഇവിടെ കാബേജ് നടുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ പണി ചെയ്യുന്ന ആൾക്കാർ പകുതി മലയാളികളും പകുതി തമിഴ് വംശജരുമാണ്. ഇവരൊക്കെ കൃഷിയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റിയത്. കൃഷി ചെയ്യുന്ന ഭൂമിയെയും മണ്ണിനെയും ഒക്കെ ഇവർ വളരെ പവിത്രമായിട്ടാണ് കാണുന്നത്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ചെരുപ്പിട്ടുണ്ടായിരുന്നു കയറി പോയത്. അത് കണ്ടതും അവർ ചെരുപ്പൂരി കൈ പിടിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇവിടെ ഇതുപോലെ പച്ചക്കറിത്തോട്ടങ്ങളുടെ ഇടയിൽ സൂര്യകാന്തിയൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരുക്കിയിട്ടിരിക്കുന്ന തട്ടുകളിലൊക്കെ ഉള്ളി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആൾക്കാരൊക്കെ കുത്തിയിരുന്നിട്ട് ഉള്ളി നടുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. വട്ടവടയിലും പൂമ്പാറയിലും ഒക്കെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് ഇതുപോലത്തെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കൊച്ചു കുടിലുകളാണ്.
മരക്കമ്പുകൾ അടുക്കി നിർത്തിയിട്ട് അതിന് ചുറ്റും മണ്ണ് തേച്ച് പിടിപ്പിച്ചുണ്ടാക്കിയ ഇത്തരം കുടിലുകൾ ഈ പാടത്തിനൊക്കെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് നൽകുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം വഴിയൊക്കെ തെറ്റി ഏതൊക്കെയോ വഴിയിലൂടെയാണ് ഇപ്പോൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതായാലും വഴി തെറ്റിയതുകൊണ്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണാൻ പറ്റി. ട്രാക്ടറുകളും യന്ത്രങ്ങളും ഒക്കെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ കാളകളെ കൊണ്ട് നിലവിഴുന്ന കാഴ്ചകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ തോട്ടങ്ങളൊക്കെ കണ്ടതിന് ശേഷം വട്ടവട ടൗണിൽ നിന്ന് നേരെ വന്നത് വട്ടവട വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. നേരത്തെ ഒന്നും ഈ സ്ഥലം അത്ര പോപ്പുലർ ഒന്നും അല്ലായിരുന്നു. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്ലേസ് അത്ര പോപ്പുലർ ആയി തുടങ്ങിയത്. ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ചെറിയൊരു ഡ്രെയിനിൻ്റെ സൈഡിൽ കൂടെ വേണം നടന്നു പോകാനായിട്ട്. ഈ പോകുന്ന വഴിയിൽ നമ്മൾ രണ്ട് സൈഡും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായ പോലും വലിയൊരു കുഴിയിലേക്കായിരിക്കും നമ്മൾ വീഴുക. ഇതുവഴി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതുപോലെ പ്രായമായ ആൾക്കാരെ കൊണ്ടൊക്കെ ദയവ് ചെയ്ത് ഇതുവഴി വരാതിരിക്കുക. ഇതാണ് വട്ടവട ഫാൾസ് അറിയപ്പെടുന്ന ആ ചെറിയ വെള്ളച്ചാട്ടം. മഴയൊന്നും ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ കുറവാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ വട്ടവട നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വട്ടവടയിലെ കാഴ്ചകളൊന്നും ഇങ്ങനെ ചെറിയൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റില്ല. വട്ടവടയിലെ ചിലന്തിയാറൊക്കെ ശരിക്കും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ മറ്റൊരു എപ്പിസോഡ് മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.